നമുക്കറിയാം, നവകേരള സർവേ റദ്ദാക്കി ഹൈക്കോടതി. CPM-ന് സർക്കാരിന് വലിയ തിരിച്ചടിയാണ്. കാരണം പാർട്ടി പരിപാടി എന്ന് വിശേഷിപ്പിച്ചാണ് വിവാദം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയും ഹർജികളും മറ്റും സമർപ്പിക്കുകയും ചെയ്തത്. അതിവേഗം ഇതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ CPM അല്ലെങ്കിൽ സർക്കാർ എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനായി സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നു. വിധി വന്ന് 24 മണിക്കൂറിനുള്ളിലാണ് സർക്കാർ അപ്പീൽ സമർപ്പിച്ചത്. ഇത്തരത്തിൽ വളരെ പെട്ടെന്നൊരു അപ്പീലിലേക്ക് പോവുക എന്നുള്ളത്, ഇപ്പോൾ സംഭവിച്ച ഡാമേജ് ഉണ്ടല്ലോ അത് പരിഹരിക്കുക എന്നുള്ളത് സർക്കാരിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. തെരഞ്ഞെടുപ്പ് കാലമാണ്. വലിയ വിമർശനം സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റുവാങ്ങുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. സർവേ എന്നത് സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണെന്നും അതിൽ ഇടപെടാൻ കോടതിക്ക് അധികാരമില്ലെന്നുമാണ് അപ്പീലിലെ പ്രധാന വാദം. വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ഡാമേജ് അല്ല സർക്കാരിനുണ്ടാക്കിയത്. സർക്കാർ പരിപാടി എന്നുള്ളത് ഒരു പാർട്ടി പരിപാടിയാക്കി മാറ്റി. ദിവസങ്ങൾക്ക് മുൻപ് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ പാർട്ടി ഘടകങ്ങൾക്ക് അയക്കുന്നു. പാർട്ടി കേഡറുകളെ ഇതുമായി ബന്ധപ്പെട്ട് നിയോഗിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതൊക്കെ വെള്ളരിക്ക പട്ടണത്തിൽ നടക്കുമോ എന്നുള്ള ചോദ്യം പോലും നടക്കുമോ എന്നുള്ള ചോദ്യം പലരും ഉന്നയിച്ച പശ്ചാത്തലമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ മറ്റൊരു അപ്പീലുമായി സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. രഞ്ജിത്ത്, നിയമസഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെയാണ് ഇത്തരമൊരു തിരിച്ചടി സർക്കാരിനുണ്ടായിരിക്കുന്നത്. ഈ നവകേരള സർവേ എന്ന നിലയിൽ സർക്കാരിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്രമാത്രം എത്തി, ജനങ്ങളുടെ വികാരം, അതായത് ഇനി നടത്താനുള്ള കാര്യങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ജനങ്ങളിൽ നിന്ന് ആരായുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. തീർച്ചയായും പ്രതിപക്ഷം തുടക്കം മുതൽ പറയുന്നത് ഇതൊരു തിരഞ്ഞെടുപ്പിന് മുന്നൊരുക്കമായി ജനങ്ങളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രക്രിയയാണ്. അല്ലെങ്കിൽ ജനങ്ങളുടെ ഹിതമറിഞ്ഞ് അതിനനുസരിച്ച് അജണ്ട സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ ഖജനാവിലെ പണം ചിലവഴിച്ചുള്ള ഒരു PR വർക്കായി ഇത് മാറുന്നു എന്ന നിലയ്ക്കൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ, സർക്കാരിൻ്റെ പ്രതിച്ഛായ. ഇതൊക്കെ തന്നെ വീടുകളിലെത്തി സർവേ അംഗങ്ങൾ ഇതുവരെ സർക്കാർ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വിശദീകരിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ പദ്ധതികളെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ അജ്ഞതയുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഓരോ വീട്ടിലുമെത്തി ആ വീടിന് ആവശ്യമായ തൊഴിൽ സാധ്യതകൾ അല്ലെങ്കിൽ അവർക്ക് വരുമാന മാർഗങ്ങൾ, അതിന് സർക്കാരിൻ്റെ സ്കീമുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ മാർഗങ്ങളിലൂടെ സർക്കാരിൽ നിന്ന് ആ തുക കൈപ്പറ്റാം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ നമുക്കറിയാം. പല പദ്ധതികൾ കൊണ്ടുവന്നാലും ജനങ്ങൾക്ക് പൊതുവിൽ പലപ്പോഴും ഒരു അജ്ഞത ഉണ്ടാകാറുണ്ട്. ചില സർക്കാരിൻ്റെ റിലീസുകൾ വരാറുണ്ട്, അല്ലെങ്കിൽ ചില മാധ്യമങ്ങളിൽ വാർത്തകൾ വരാറുണ്ട് ചില സ്കീമുകളെക്കുറിച്ച്. പക്ഷേ അതിനെക്കുറിച്ച് ആഴത്തിലുള്ള അറിവ് പലപ്പോഴും ജനങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ നേരിട്ടെത്തിക്കുക, അത് ഈ ക്ഷേമ പെൻഷൻ പോലെ തന്നെ വിപുലമായ രീതിയിൽ മറ്റ് കാര്യങ്ങൾ കൂടി ജനങ്ങളിലേക്ക് എത്തിക്കുക, അത് തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രക്രിയയുമായി മുന്നോട്ട് പോകുമ്പോൾ അത് സർക്കാരിന് കൂടുതൽ ഗുണകരമാകുമെന്ന വിലയിരുത്തൽ ഇടത് പാർട്ടികൾക്കുണ്ടായിരുന്നു, പ്രത്യേകിച്ച് CPM-നുണ്ടായിരുന്നു. അതിനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് തിരിച്ചടിയായത്. ഹൈക്കോടതി ഈ ഉത്തരവിൽ വളരെ വ്യക്തമായി പറഞ്ഞത് ഇത് ബജറ്റിൽ നീക്കിവെച്ച തുകയല്ല. 20 കോടി രൂപയാണ് ഇതിൻ്റെ ചിലവിനായി മാറ്റിവെച്ചിട്ടുള്ളത്. മാത്രമല്ല ഇത് ബജറ്റിൽ നീക്കിവെച്ചിട്ടുള്ള തുകയല്ല, മന്ത്രിസഭാ യോഗത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അംഗീകാരം വാങ്ങിക്കൊണ്ട് നടത്തുന്ന ഒരു പ്രക്രിയയല്ല. അതുകൊണ്ട് തന്നെ ഈ സർവേയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് ഈ സർവേക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത്. അവരുടെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്ന കാര്യങ്ങൾ ശരിവെച്ചുകൊണ്ടാണ് ഹൈക്കോടതി സർവേ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. പക്ഷേ തെല്ലും അമാന്തമില്ലാതെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. അപ്പീലിനുള്ള നടപടികൾ കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ചിരുന്നു. ഇതിൻ്റെ ആദ്യഘട്ടമായുള്ള ഹർജി കഴിഞ്ഞ ദിവസം തന്നെ സുപ്രീം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഹൈക്കോടതിക്ക് ഇടപെടാനുള്ള അവകാശമില്ല. ഇതൊരു സർക്കാരിൻ്റെ ഭരണപരമായ വിവേചനാധികാരത്തിൽ ഉൾപ്പെടുന്നൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണം, ഈ സർവേ തുടരാൻ അനുവദിക്കണം എന്നതാണ്. ഈ മാസം 24 വരെ നീളുന്ന തരത്തിലാണ് സർവേ നേരത്തെ നിശ്ചയിച്ചിരുന്നത്, 22 വരെ നീളുന്ന തരത്തിലാണ് നിശ്ചയിച്ചിരുന്നത്. അങ്ങനെ ഈ സർവേ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിലൊരു നിയമ പോരാട്ടത്തിൻ്റെ വഴി തുറക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇത് സംസ്ഥാനത്തിൻ്റെ ഒരു വിവേചനാധികാരമാണ്, ഭരണഘടനാപരമായി ഒരു സർക്കാരിന് കൈക്കൊള്ളാൻ കഴിയുന്നൊരു കാര്യമാണ്. അത് ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രക്രിയയാണ്. ഇതിനെ തിരഞ്ഞെടുപ്പുമായി കൂട്ടിക്കെട്ടേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ ശരിയല്ല, ഈ സർവേ റദ്ദാക്കിയ ഹൈക്കോടതിയുടെ ഉത്തരവ് ശരിയല്ല. ഈ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ അപ്പീലിന് പോകുന്നത്. ആകട്ടെ ഇതൊരു സർക്കാരിനെ അടിക്കാനുള്ള ഒരു വടിയായി മാറിയിട്ടുമുണ്ട്. കാരണം
പല കാര്യങ്ങളിൽ സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൽ എക്സൈസ് മന്ത്രിയും പ്രതിപക്ഷ നേതാവുമായുള്ള ഒരു തർക്കം നടക്കുന്നുണ്ട്. എക്സൈസ് മന്ത്രി പറഞ്ഞത് ഈ രാത്രി 12 മണിവരെ ബാറുകളുടെ സമയം നീട്ടി നൽകിയത് പ്രതിപക്ഷത്തിന് അറിയാമായിരുന്നു, അവർക്ക് കൂടി അറിയാവുന്ന കാര്യത്തിലാണ് അത്തരത്തിൽ സർക്കാർ ഒരു തീരുമാനമെടുത്തതെന്ന് പറയുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ വിശദീകരണം നടത്തിയിട്ടുണ്ട്. തങ്ങളുമായി അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ല. ഇങ്ങനെ ബാറിൻ്റെ വിഷയത്തിൽ ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നു. മദ്യവർജനമാണ്, മദ്യനിരോധനമല്ല സർക്കാരിൻ്റെ നിലപാടെന്ന് പറയുമ്പോഴും അതിൻ്റെ വ്യാപനം വല്ലാതെ വർദ്ധിപ്പിക്കുന്നു. ഈ സമയം നീട്ടി നൽകിയത് തന്നെ നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കും. ഇങ്ങനെ ഒരു വലിയ ക്യാമ്പയിനുമായി പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു വിധി കൂടി വരുന്നത്. സർവേക്കെതിരെ ഒരു വിധി വരുമ്പോൾ അതിനെ മറികടക്കുക എന്നത് സർക്കാരിനെ സംബന്ധിച്ച് തീർച്ചയായും എന്നാൽ നിയമപരമായ നീക്കം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് നിർണായകം തന്നെയാണ് വിനോദ്. ഇത്തരത്തിൽ സുപ്രീം കോടതി അടക്കം സമീപിക്കാൻ പോകുന്ന ഒരു പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒന്നുമാണ്. നമുക്കറിയാം നവകേരള സർവേയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് കോടതി വിധി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ചെറുതല്ല. പക്ഷേ അതിനുള്ള മറ്റ് ലൂപ്പ് ഹോളുകൾ തേടുക എന്നുള്ളത് സർക്കാർ സ്വാഭാവികമായും സ്വീകരിക്കുന്ന നടപടിയാണ്. ഇത്ര തിടുക്കപ്പെട്ട ഒരു ഹർജിയിലേക്ക് പോകുന്നതും അതിൻ്റെ കാരണമായി വേണമെങ്കിൽ കാണാം. വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.